ഫൈൻഡിങ് ജോയ് ഇൻ എവ്രി ഡേ. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് 30 ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണിയിലെ 22ാമത്തെ ദിവസം അയക്കണം കേട്ടോ. ഇന്ന് നമ്മൾ നന്ദിപൂർവ്വം ഓർക്കുന്നത് നമ്മുടെ ചിരി നിമിഷങ്ങളെയാണ്. ചിരിക്കാൻ നമ്മൾക്ക് നന്ദിപൂർവ്വം ഓർക്കേണ്ടതുണ്ടോ? ഉണ്ട്. കാരണം ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ പലർക്കും അമൂല്യമായിട്ടുള്ള നിധികളാണ്, അല്ലെങ്കിൽ അമൂല്യമായ നിമിഷങ്ങളാണ്. നമ്മൾ നന്നായി ചിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും അത് തന്നെയല്ലേ വേണ്ടത്, സമാധാനം, സന്തോഷം അല്ലേ? അപ്പം നമ്മുടെ ചിരി നിമിഷങ്ങളെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് നന്ദിപൂർവ്വം ഓർക്കുമ്പോൾ വീണ്ടും വീണ്ടും ചിരിക്കാനും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാനുമുള്ള കുറേ സന്ദർഭങ്ങൾ നമ്മളിലേക്ക് വീണ്ടും വീണ്ടും വരുമെന്നേ. ചിരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണോ? അല്ല. ഒരാളെ ചിരിപ്പിക്കാൻ അതിലും ബുദ്ധിമുട്ടാണ്. ചിരിക്കുന്നത് പോലെയാണ് ചിരിപ്പിക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് ചുറ്റും ധാരാളം ചിരിക്കാനുള്ള അവസരങ്ങൾ നൽകിയ ആളുകളെയും ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കാം. ടുഡേ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ ലാഫ്റ്റർ. ലാഫ്റ്റർ ഈസ് വൺ ഓഫ് ദ ലൈഫ് സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്സ്. നമുക്ക് ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് ചിരി എന്നത്. നമ്മൾ ചിരിക്കുമ്പോൾ, ഒന്നും ആലോചിക്കാണ്ട് ചിരിക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ്സെല്ലാം എവിടെയോ പോകുന്നല്ലേ. നമ്മൾ കൂടുതലായി ചിരിക്കുക നമ്മളെപ്പോലെ നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ കൂടെ ഇരിക്കുമ്പോഴാണോ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഒപ്പം ഇരിക്കുമ്പോഴാണോ? എപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിക്കുക? ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇരിക്കുമ്പോഴായിരിക്കും അല്ലേ. ടുഡേയ്സ് അഫർമേഷൻ: ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ ലാഫ്റ്റർ. ഇറ്റ് ഫിൽസ് മൈ ഹാർട്ട് വിത്ത് ജോയ്, സ്ട്രെങ്തൻസ് മൈ സ്പിരിറ്റ് ആൻഡ് ബ്രൈറ്റൻസ് മൈ ഡേയ്സ്. ഓരോ ചിരി നിമിഷങ്ങളും എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും ഊർജ്ജസ്വലമാക്കുന്നു. ശരിയല്ലേ? നമ്മുടെ ഓരോ ചിരി നിമിഷങ്ങളെ ആലോചിച്ചെടുക്കാൻ പറ്റുമോ? ചിലപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ ചിരിക്കില്ലേ, പൊട്ടി പൊട്ടി ചിരിച്ചു പോലെ. പൊട്ടിച്ചിരി, കുഞ്ഞു ചിരികൾ. ചിരി എന്ന് പറഞ്ഞാൽ ഒരു ഔഷധമാണെന്ന് തന്നെ പറയൂലേ. ചിരി ചിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സമ്പാദ്യമായിട്ട് തന്നെ ചിരിപ്പിക്കാൻ കഴിയുന്നവർ നമ്മൾ സങ്കല്പിക്കാറുണ്ടല്ലേ. അത് ചിരിക്കാൻ കഴിയുക, അതുപോലെ ചിരിപ്പിക്കാൻ കഴിയുക, ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ലൈഫിൽ. ചിലപ്പോൾ ചില കഥകൾ കേട്ട് നമ്മൾ ചിരിച്ച് ചിരിച്ചു പോകില്ല, അല്ലെങ്കിൽ ചില കഥാപാത്രങ്ങൾ ഓർക്കുമ്പോൾ തന്നെ നമ്മൾ ചിരിച്ചു പോകും. അപ്പോൾ അത്തരം ചിരി നിമിഷങ്ങളെ നമ്മൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ് ഇന്ന് കേട്ടോ. ഐ എം താങ്ക്ഫുൾ ഫോർ ദ മൊമെൻറ്റ് ദാറ്റ് മേക്സ് മീ സ്മൈൽ ആൻഡ് ലാഫ്. Whether it's funny conversation, happy memory, a joke, or shared moment with loved ones, laughter fills my life with warmth and happiness. ലൈഫ് എന്ന് പറഞ്ഞാൽ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒന്നുമില്ല. ചിരിക്കുമ്പോൾ നമ്മുടെ ബേർഡൻ ഒക്കെ ഒന്ന് ലൈറ്റൻ ആവും. ഇറ്റ് ബ്രിങ്സ് ജോയ്സ് ടു ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് സന്തോഷം നിറയ്ക്കുന്ന നിമിഷങ്ങളിൽ ഏറ്റവും സന്തോഷം നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നിയിട്ടില്ലേ? ഇപ്പം ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സമ്മാനം കിട്ടിയ നിമിഷമായിരിക്കാം. പക്ഷെ അപ്പം നമ്മൾ പൊട്ടിച്ചിരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, സന്തോഷം തോന്നിയിട്ടുണ്ടാവും, ഹാപ്പിനെസ് ഉണ്ടായിട്ടുണ്ടാവും. Laughter has the power to heal, connect people, and brighten even the most difficult days. നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു ഒരെണ്ണം വരുന്നത് ചിരി മാത്രമേ ഉള്ളൂ. ഇറ്റ് ഹെൽപ്സ് റെഡ്യൂസ് സ്ട്രെസ്, ലിഫ്റ്റ്സ് മൈ മൂഡ്, ആൻഡ് ബ്രിങ്സ് സെൻസ് ഓഫ് പീസ് ആൻഡ് പോസിറ്റിവിറ്റി. ഇൻ മൊമെൻറ്റ്സ് ഓഫ് ലാഫ്റ്റർ വറീസ് സീൻ ലൈറ്റർ ആൻഡ് ചലഞ്ചസ് ഫീൽ ഈസിയർ ടു ഫേസ്. നമ്മൾ ചിരിച്ചുകൊണ്ട് ചില ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ വി ഫീൽ ഇറ്റ്സ് ഈസിയർ ടു ഫേസ് ദ ചലഞ്ച്. കറക്റ്റ്. എപ്പോഴും നമ്മൾ സ്ട്രെസ്സ് വരുമ്പോൾ അപ്പം മൂടിയായി മുഖമൊക്കെ എന്തൊക്കെയോ പോലെ പിടിച്ച് അതിനെ ഫേസ് ചെയ്യും അല്ലേ. നേരെ മറിച്ച് ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യാം. കാരണം ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്ട്രെസ് റിലീഫാണ്. അതുപോലെ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ ലൈറ്റർ ആക്കുക കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചലഞ്ചസ് വരുമ്പോൾ ചിരിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെ ഓർത്തു വേണ്ട. ലൈഫ് ഈസ് ടു ഷോർട്ട് ടു ബി സാഡ് എന്ന്, അല്ലേ? അതായത് ജീവിതം ഇങ്ങനെ എപ്പോഴും സാഡായിട്ടിരിക്കാൻ ഷോർട്ടാണെന്നോ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ഒരുപക്ഷെ ശരിയാണല്ലേ. നമ്മളെപ്പോഴും എന്തിനാണ് സാഡായിട്ടിരിക്കുന്നത്? നമുക്ക് ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ ഇല്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടും വിഷമമൊക്കെ വരുമ്പോൾ നല്ലോണം ചിരിക്കണ, ചിരി വരുത്തണ കുറേ സിനിമകളില്ലേ, ആർട്ടിഫിഷ്യലായിട്ട് അങ്ങനത്തെ സിനിമകൾ കാണാനോ ഇല്ലെങ്കിൽ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനോ ശ്രമിക്കാം. നമ്മളൊന്ന് ചിരിച്ചു നോക്കി നോക്കിയേ, അപ്പുറത്തുള്ള ആൾ നമ്മളെ നോക്കി ചിരിക്കും. ടുഡേയ്സ് റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻ: വാട്ട് മെയ്ഡ് മീ ലാഫ് ടുഡേ? ഇന്ന് എന്നെ ചിരിപ്പിച്ചത് എന്താണ്?
ഹൂ ബ്രിങ്സ് ദ മോസ്റ്റ് ലാഫ്റ്റർ ഇൻ ടു യുവർ ലൈഫ്? ആരാ ഏറ്റവും കൂടുതൽ ചിരി നിമിഷം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? ഹൗ ഡസ് എ ലാഫ്റ്റർ ഇംപ്രൂവ് മൈ മൂഡ് ആൻഡ് വെൽബീയിങ്? എൻ്റെ മൂഡും വെൽബീയിങ്ങും ഒക്കെ റെഡിയാക്കാൻ എങ്ങനെയാണ് എൻ്റെ ചിരി നിമിഷങ്ങൾ എന്നെ സഹായിച്ചിട്ടുള്ളത്? വാട്ട് ജോയ്ഫുൾ മെമ്മറി ഓൾവേസ് മേക്സ് മീ സ്മൈൽ? ഞാൻ ഒരല്പം ചിരിച്ച മുഖത്തോടു കൂടി ഓർക്കുന്ന ആ ഒരു നിമിഷം ഏതാണ്? ഹൗ ക്യാൻ ഐ ബ്രിങ് മോർ ലാഫ്റ്റർ ഇൻ ടു മൈ ഡെയിലി ലൈഫ്? ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് കൂടുതൽ ചിരി നിമിഷങ്ങളെ കൊണ്ടുവരാൻ പറ്റാം? കാരണം ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആയുസ് കൂടും എന്ന് പറയല്ലേ. സ്ട്രെസ്സൊക്കെ പോവല്ലേ. നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോയ പോലെ തോന്നൂലേ. ഞാൻ ചില സിനിമകൾ, ചിരിക്കുന്ന സിനിമകളൊക്കെയിൽ വീണ്ടും വീണ്ടും എടുത്ത് കാണാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ശീലമുണ്ടോ? ചിരി കോമഡി മൂവീസ്. നേരെ മറിച്ച് വയലൻസ്, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അറിയാണ്ട് ഉറങ്ങിപ്പോവും. ചിരിക്കുന്ന സിനിമകളാണെങ്കിൽ ഇങ്ങനെ കണ്ണ് തുറന്നിരുന്ന് കാണും. എൻ്റെ പോലെയുള്ള ശീലങ്ങളുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാം ചിരി ഒരു മരുന്ന് പോലെ തന്നെ ലൈഫിൽ നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ പീപ്പിൾ ഹു ബ്രിങ്സ് ലാഫ്റ്റർ ഇൻ ടു മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലേക്ക് ചിരി നിമിഷങ്ങൾ കൊണ്ടുവന്ന ഓരോ വ്യക്തിയോടും നന്ദിപൂർവ്വം ഓർക്കുന്നു. അതുപോലെ തന്നെ ഓരോ ദിവസത്തിലും എനിക്ക് ചിരിക്കാനുള്ള കഴിവിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നന്ദിപൂർവ്വം ഓർക്കുന്നു. ഓരോ മനുഷ്യൻ്റെ പ്രസൻസും, എന്നെ ചിരിപ്പിച്ച ഓരോരുത്തരുടെയും പ്രസൻസ് റിമൈൻഡ്സ് മീ ദാറ്റ് ഹാപ്പിനെസ് ക്യാൻ ഓഫൺ ബി ഫൗണ്ട് ഇൻ സിംപ്ലസ്റ്റ് തിങ്സ്. ചിലപ്പോൾ ചിരി എന്നുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങളിലാവില്ലേ. ടുഡേ ഐ ചൂസ് ടു വെൽക്കം മോർ ലാഫ്റ്റർ ഇൻ ടു മൈ ലൈഫ്. ഐ വിൽ ലുക്ക് ഫോർ റീസൺസ് ടു സ്മൈൽ, എൻജോയ് ദ പ്രസൻറ്റ് മൊമെൻറ്റ് ആൻഡ് ഷെയർ the joy with others. As I continue this gratitude journey, I am thankful for the gift of laughter and happiness it brings to my heart. ആ ഒരു ചിരി നിമിഷങ്ങളും അവ നൽകുന്ന ഒരു നിമിഷത്തെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് കോട്ട്: ലാഫ്റ്റർ ഈസ് ദ സൺഷൈൻ ഫോർ ദ സോൾ. ഇറ്റ് ബ്രൈറ്റൻസ് ദ ഹാർട്ട് ആൻഡ് മേക്സ് ലൈഫ് ജേർണി ലൈറ്റർ. നമ്മളുടെ ഹൃദയം പ്രകാശിതമാക്കി നമ്മുടെ ജേണി ലൈറ്ററാക്കി കൊണ്ടുപോകാൻ ചിരി നിമിഷങ്ങൾ മതി അല്ലേ? ഒരു ചിരി നിമിഷം ഓർക്കാൻ പറ്റുമോ ഇപ്പോൾ? ഏറ്റവും കൂടുതൽ എന്നെ ചിരിപ്പിച്ച സന്ദർഭം എന്താണ്? അല്ലെങ്കിൽ സന്തോഷം തോന്നിയ നിമിഷം എന്താണ് എന്നുള്ളതൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഒന്ന് കണ്ണടച്ച് ഒരു 2 സെക്കൻഡ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും കൂടുതൽ നിങ്ങളെ ചിരിപ്പിച്ച സന്ദർഭം എന്താണെന്ന് ഓർമ്മ വന്നോ? ഓർമ്മ വന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഷോൾഡറിൽ തട്ടി തന്നെ താങ്ക് യു പറയാം. താങ്ക് യു ഫോർ ദ മൊമെൻറ്റ്, മേക്ക് മീ ഹാപ്പി. എനിക്ക് ആ ചിരിക്കാനുള്ള എബിലിറ്റി തന്നതിന് ഐ എം സോ താങ്ക്ഫുൾ. ഒരുപാട് ചിരി നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ചിരിക്കുക, ചിരിക്കുക, വീണ്ടും വീണ്ടും ചിരിക്കുക. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത.